ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഇവരെയൊക്കെ മെയിൻ ലക്ഷ്യം. ഭയങ്കര മോട്ടിവേഷൻ ആണ് എല്ലാവരും കാണുന്നത്. ഗൈസ്, ഇവളാണ് മെയിനായിട്ട് എൻ്റെ ഡയറ്റ് പ്ലാൻസും കാര്യങ്ങളെല്ലാം പോകുന്നതിൻ്റെ മെയിൻ കാര്യമാണ് അമീഷ. പിന്നുള്ള ഒരാൾ ഗായത്രി. എൻ്റെ 3 മാസം ഞാൻ മന്തി കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് മന്തിയും കഴിപ്പിച്ചു. അതേപോലെയാണ് ഇവള് ഡെയിലി വിളിച്ചു വരുത്തി ഷെയർ ഇടാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ചുമ്മാ എന്നിട്ട് വാങ്ങി തന്ന് ഇതാക്കുന്ന മെയിൻ വ്യക്തിയാണ് അമീഷ. വർക്കൗട്ട് ചെയ്തിട്ട് വർക്കൗട്ടിന്റെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല ഗൈസ്. എന്നിട്ടാണ് അത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് അക്ഷയ് ബ്രോയുടെ കടയിൽ പുള്ളിക്ക് ഒരു പ്രൊമോഷൻ. അമീഷയുടെ സന്തോഷം ഗൈസ്. ബ്രോ ഇതിങ്ങനെ കൊടുക്കല്ലോ കേട്ടാ. ഇവിടുന്ന് കഴിക്കാൻ പോണ എനിക്ക് വല്ലാത്ത കൊതി വന്നിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കടുക്കയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ വിളിച്ചാ വിളിപ്പുറത്ത് ക്രിസ്റ്റി എത്തും. ഓ കഴിക്കാടി എന്ന് പറഞ്ഞു. അതെന്താണ് അപ്പൊ 3 സ്പൂൺ കേട്ടോ. അതെ, ഇവളാണ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞ പൈസ ഇല്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ വന്നതാണ്. ഞാൻ ഇങ്ങനത്തെ ഇതിലൊന്നും നിൽക്കാത്തതാണ്. വേർക്കുന്നു. വർക്കൗട്ട് കഴിഞ്ഞ് തന്നെ വിയർക്കും. എന്നിട്ട് ഇത് എന്റെ ജിം ട്രെയിനർ കാണണ്ട. ആകാശേട്ടാ പറഞ്ഞേക്ക് എന്നെ കുറച്ചു നേരത്തെ. ഓക്കെ, നമ്മൾ ഇങ്ങനെ എടുക്കണം. വീട്ടിലെ സ്പൂൺ ആയിരുന്നെങ്കിൽ കൊറേ കിട്ടിയ. കൈ വെച്ച് കഴുകി. എങ്ങനെയുണ്ട്? ഇന്നലെയും മെനഞ്ഞാന്നും കഴിച്ചതിനെക്കാൾ ടേസ്റ്റ് ഉണ്ടോ? ഞാൻ പറയും. നിങ്ങൾ ട്രൈ ചെയ്യേണ്ട സ്പോട്ടാണ് കുണ്ടമൻ കടവിലെ ബാക്ക് സ്ട്രീറ്റ്. ഓക്കെ.